नमस्ते। कैसे हो? ठीक है ना? आज की कक्षा में हम हिंदी के विख्यात लेखक यशपाल द्वारा लिखी गई एक कहानी पढ़ेंगे। सुना है यशपाल के बारे में? पहले यशपाल जी के बारे में सुनिए। यशपाल का जन्म पंजाब में हुआ था। यशपाल का जन्म पंजाब में हुआ था। आपकी कहानियों का मूलाधार देश की सामाजिक, राजनीतिक और आर्थिक समस्याएं हैं। आपकी कहानियों का मूलाधार देश की सामाजिक, राजनीतिक और आर्थिक समस्याएं हैं। शोषित वर्ग के प्रति गहरी सहानुभूति उनकी रचनाओं का प्राण तत्व माना जाता है। शोषित वर्ग के प्रति गहरी सहानुभूति उनकी रचनाओं का प्राण तत्व माना जाता है। जीवन के बहुविध अनुभवों की यथार्थता और स्वाभाविकता के साथ अनुभूति के स्तर पर प्रस्तुत करने में उनको पूरी सफलता प्राप्त हुई है। यशपाल के पात्र वास्तविक जीवन से लिए गए हैं। यशपाल के पात्र वास्तविक जीवन से लिए गए हैं। दिव्या, झूठा सच, देशद्रोही आदि उनके प्रसिद्ध उपन्यास हैं। अभिशप्त, वो दुनिया, ज्ञान दान, पिंजरे की उड़ान आदि उनके कहानी संग्रह है। पर्दा, कर्मफल, आदमी का बच्चा आदि उनकी प्रसिद्ध कहानियाँ हैं। യശ്പാലിൻ്റെ ജനനം 1903 പഞ്ചാബിലായിരുന്നു. പഞ്ചാബുകാരനാണ് യശ്പാൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രധാന വിഷയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികവും അതുപോലെ തന്നെ രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികവും ആയ വിഷയങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളും. അതുമാത്രമല്ല, ശോഷിത് വർഗക്കെ പ്രതി, ശോഷിത് വർഗ് ചൂഷണത്തിനിരയാകുന്ന വിഭാഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതിയും യശ്പാലിൻ്റെ രചനകളിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യശ്പാലിൻ്റെ രചനകളിലെ
പ്രാണതത്വം തന്നെയാണെന്ന് പറയാം. യശ്പാൽ എഴുതിയ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം വാസ്തവിക് ജീവൻ സെ ലിയേ ഗയേ ഹെ. യഥാർത്ഥത്തിൽ വാസ്തവിക് ജീവൻ സെ, യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഉള്ളവർ തന്നെയാണ്. അപ്പോൾ യശ്പാൽ എഴുതിയ കഥകളിൽ കാണുന്ന കഥാപാത്രങ്ങൾ, ഓരോ കഥാപാത്രങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടുമുള്ളവർ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്. പിന്നെ ദിവ്യ, ജൂട്ടാ സച്ച്, ദേശദ്രോഹി തുടങ്ങിയവയൊക്കെ യശ്പാലിൻ്റെ പ്രസിദ്ധ ഉപന്യാസ് ഹെ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഉപന്യാസ് നോവലുകളാണ്. അഭിശപ്ത്, വോ ദുനിയ, ജ്ഞാൻദാൻ, പിഞ്ജരേക്ക് ഉഡാൻ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹ, കഥാ സമാഹാരങ്ങളാണ്. അതുപോലെ പർദ, കർമ്മഫൽ, ആദ്മി കാ ബച്ച തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കഹാനി കഥകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് യശ്പാൽ എഴുതിയ ആദ്മി കാ ബച്ച. ആദ്മി കാ ബച്ച, ആദ്മി കാ ബച്ച എന്ന കഥയാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ള പാഠഭാഗം. ആദ്മി കാ ബച്ച എന്ന ശീർഷകത്തോടു കൂടിയ ഈ കഥയിൽ യശ്പാൽ ഒരു നിഷ്കളങ്കയായ ഒരു കൊച്ചു പെൺകുട്ടിയെ കഥാപാത്രമാക്കി ദളിത് വർഗ്, അതായത് ദളിതരായ അധസ്ഥിതരായ വർഗത്തോട് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിലുള്ളവർ കാണിക്കുന്ന ആ വേർതിരിവിനെ ആണ് യശ്പാൽ ഇതിൽ എടുത്തു പറയുന്നത്. അപ്പോൾ സമൂഹത്തിലെ ശോഷിത വർഗം അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗത്തോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും കൂടിയാണ് ആദ്മി കാ ബച്ച എന്ന ഈ കഥയിലൂടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലെ കഥയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഈ കഥയിലെ കഥാപാത്രം ഡൗലി, ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഡൗലിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. നോക്കൂ, കഥയിലേക്ക് വരാം. दोपहर को ഡൗലി കോൺവെൻറ്റ് में रहती है. दोपहर ഉച്ചവരെ ഡൗലി കോൺവെൻറ്റ് സ്കൂൾ में रहती है. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവൾ ഉച്ചവരെ സ്കൂളിലായിരിക്കും. इसके बाद उसका समय प्रायः आया बिंदी के साथ कटता है. इसके बाद അതിനുശേഷം, അതായത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവളുടെ ബാക്കിയുള്ള സമയം അവളെ നോക്കാനായി വീട്ടിൽ ഏർപ്പാടാക്കിയിട്ടുള്ളൊരു ആയ, അവരുടെ പേര് ബിന്ദി. അപ്പം വീട്ടിൽ അവളെ നോക്കാൻ ഏർപ്പാടാക്കിയ ആയ ബിന്ദിയോടൊപ്പമായിരിക്കും സ്കൂളിൽ നിന്നും വന്നതിന് ശേഷമുള്ള സമയം മുഴുവൻ അവൾ ചെലവഴിക്കുന്നത്. മമ്മ दोपहर में लंच के लिए साहब की प्रतीक्षा करती है. ഇനി ഡൗലിയുടെ മമ്മ, അവളുടെ അമ്മ, दोपहर ഉച്ചയാകുമ്പോഴേക്കും ലഞ്ച് കേലിയെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി സാഹബ് കി പ്രതീക്ഷ കർത്തി, ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുക, ഡൗലിയുടെ അച്ഛനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാവും. സാഹബ് ജൽദി മേ രഹത്തെ ഹെ. അപ്പോൾ ഡൗലിയുടെ അച്ഛനാണെങ്കിൽ എപ്പോഴും ജൽദി മേ രഹത്തെ ഹെ, വളരെ തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്ന ഒരാളാണ്. ടീക്ക് ഏക് ബജ്കർ 7 മിനിറ്റ് മേം ആയി. എല്ലാ ദിവസവും
1 ബജ്കർ 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോഴേക്കും ആയെ അദ്ദേഹം വീട്ടിലെത്തും. ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീട്ടിലെത്തും. ഗുസൽഖാനെ മേ ഹാത്ത് മുഹ് ധോയ, വന്ന വശം ഗുസൽഖാനെ ബാത്റൂമിൽ കയറി ഹാത്ത് മുഹ് ധോയ, കൈയും കാലും മുഖവുമൊക്കെ കഴുകും. ഇത്നേ മേ മേസ് പർ ഖാന ആ ജാതാ ഹെ. ഇത്നേ മേ അപ്പോഴേക്കും മേസ് പർ മേശപ്പുറത്ത് ഖാന ആ ജാതാ ഹെ, അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഖാന ആഹാരം ഭക്ഷണം എത്തിയിട്ടുണ്ടാവും. ആധേ ഘണ്ടെ മേം ഖാന സമാപ്ത് കർ സിഗാർ സുൽഗ സാഹബ് കാർ മേം മിൽ ലൗട്ട് ജാത്തെ ഹേ. അങ്ങനെ ആധേ ഘണ്ടെ മേ അരമണിക്കൂറിനകം ഖാന സമാപ്ത് കർ ഭക്ഷണം കഴിച്ച്, സിഗാർ സുൽഗ സിഗരറ്റും പുകച്ച്, സാഹബ് കാർ മേം മിൽ ലൗട്ട് ജാത്തെ അദ്ദേഹത്തിൻ്റെ കാറിൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്ക്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് തന്നെ ലൗട്ട് ജാത്തെ തിരിച്ചു പോകും. ഇതാണ് പതിവ്. ലഞ്ച് കെ സമയ് ഡൗലി ഖാനെ കെ കമരേ മേ നഹി ആത്തി. അതുമാത്രമല്ല, ലഞ്ച് കെ സമയ്, ലഞ്ച് കഴിക്കുന്ന സമയത്ത് മകൾ ഡൗലി, ആകെ ആ ഒരു മകൾ മാത്രമേ ഉള്ളൂ അവർക്ക്, ഡൗലി. അപ്പോൾ അവളുടെ അച്ഛൻ ലഞ്ച് കഴിക്കാൻ വന്ന സമയത്ത് ഡൗലി ഖാനേക്ക് കമരേമേ, ഭക്ഷണം കഴിക്കുന്ന ആ മുറിയിൽ നഹി ആത്തി, വരാറേ ഇല്ല. അലഗ് ഖാത്തിഹി, അവൾ വേറെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ അച്ഛൻ്റെ കൂടെയൊന്നും വന്ന് ഭക്ഷണമൊന്നും കഴിക്കാറില്ല, അവൾ വേറെ മാറിയിരുന്നാണ് ആഹാരം കഴിച്ചിരുന്നത്. ഇതാണ് ഇവരുടെ വീട്ടിലെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ കുട്ടി ഡൗലി സ്കൂളിലാകും. ഉച്ചയ്ക്ക് ശേഷം വരുന്നു, അവളുടെ ആയ ബിന്ദിയോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഉച്ചയാകുമ്പോഴേക്കും അവളുടെ അച്ഛൻ ലഞ്ചിന് വേണ്ടി വീട്ടിലെത്തുന്നു. അപ്പോഴേക്കും അവളുടെ അമ്മ അച്ഛനെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നുണ്ടാകും. അദ്ദേഹം വരുന്നു. ഖുസൽഖാന ബാത്റൂമിൽ പോയി ഹാത്ത് മുഹ് ധോയ, കൈകാൽ മുഖമൊക്കെ കഴുകുന്നു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അരമണിക്കൂറിനകം ഭക്ഷണം കഴിച്ച് ഒരു സിഗരറ്റും വലിച്ച് അദ്ദേഹം വീണ്ടും കാറിൽ തിരിച്ചു പോകുന്നു. ഡൗലിയാണെങ്കിൽ ആ മുറിയിൽ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ അവളുടെ അച്ഛൻ്റെ കൂടെ വന്നിരിക്കാറില്ല, മാറിയിരുന്ന് വേറെ ഭക്ഷണം കഴിക്കാറാണ് പതിവ്. പിന്നെ സന്ധ്യ 5:30 ബജെ സാഹബ് മിൽ സെ ലൗട്ട്തേ ഹേ. പിന്നെ സന്ധ്യ 5 ബജെ, സന്ധ്യ 5 ബജെ, വൈകിട്ട് 5:30 ബജെ, ഏകദേശം ഒരു 5:30 സാഹബ് മിൽ സെ ലൗട്ട്തേ ഹേ തോ ബേഫിക്ർ രഹത്തെ ഹേ. അപ്പോൾ ഡൗലിയുടെ അച്ഛൻ ഏകദേശം ഒരു 5:30 സമയത്ത് ജോലി കഴിഞ്ഞ് ലൗട്ട്തേ ഹേ തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഉസ് സമയ് ഡൗലി കോ അവശ്യ യാദ് കർത്തേ ഹേ. ഉസ് സമയ്, ആ സമയത്താണ് അദ്ദേഹം ഡൗലിയെക്കുറിച്ച് യാദ് കർത്തേ ഹേ, ഓർക്കുന്നത് തന്നെ. അതുവരെ അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ചിട്ടുള്ള ജോലിയാണ്. അപ്പോൾ വൈകിട്ട് വന്നാലാണ് മകളെക്കുറിച്ചൊന്ന് ഓർക്കുക. 5-7 മിനിറ്റ് ഉസസെ ബാത്ത് കർത്തേ ഹേ. അങ്ങനെ വന്നതിന് ശേഷം 5-7 മിനിറ്റ്, 5 അല്ലെങ്കിൽ 7 മിനിറ്റോളം ഉസസെ ബാത്ത് കർത്തേ ഹേ, മകളുമായിട്ട് ഡൗലിയുമായിട്ട് ബാത്ത് കർത്തേ ഹേ, സംസാരിക്കും. ഔർ ഫിർ മമ്മ സെ ബാത്ചീത് കർത്തേ ഹുവേ ദേർ തക് ചായ് പർ ബൈഠേ രഹത്തെ ഹേ. അത് കഴിഞ്ഞാൽ അവളുടെ ഡൗലിയുടെ അമ്മയോടൊപ്പം ബാത്ചീത് കർത്തേ ഹുവേ, സംസാരിച്ചുകൊണ്ട് ചായ് തക്, ചായ കുടിക്കാൻ വേണ്ടി ബൈഠേ രഹത്തെ ഹേ, ഇരിക്കും. മമ്മ दोपहर या तीसरे पहर कहीं बाहर जाती है तो ठीक 5 बजे लौटकर साहब के लिए कार मिल में भेज देती है. അത് മാത്രമല്ല, അവളുടെ മമ്മ दोपहर ഉച്ചയ്ക്കെങ്ങാനും ബാഹർ ജാത്തി ഹേത്തോ, പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഠീക്ക് 5 ബജെ, കൃത്യം 5 മണിയാകുമ്പോൾ തന്നെ അവർ ലൗട്ട്കർ തിരിച്ച് വീട്ടിലെത്തും. എന്നിട്ട് സാഹബ് കേലിയെ, ഭർത്താവിനെ വീട്ടിലേക്ക് വരാൻ വേണ്ടി കാർ മിൽ മേ ഭേജ് ദേത്തി ഹെ,
അവരുടെ വീട്ടിലെ കാറ് അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ഭേജ് ദേത്തി ഹെ, അയക്കും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ജീവിത രീതികളൊക്കെ. അപ്പോൾ ഉച്ച സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഷോപ്പിങ്ങിനോ മറ്റോ പുറത്തേക്ക് പോകും. കൃത്യം 5 മണിയാകുമ്പം തിരിച്ച് വീട്ടിലെത്തും. അതിനുശേഷം അവരുടെ കാറ് ഭർത്താവിന് വീട്ടിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പറഞ്ഞു വിടും. हाथ मुँह धुलवाकर डौली की सुनहलापन लिए काली कथई अलकों में वे अपने सामने कंघी कराती है. പിന്നെ അതിനുശേഷം അവരെന്താ ചെയ്യാറ്? ഭർത്താവ് 5:30 ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തുമല്ലോ. അപ്പം അതിന് മുൻപേ ആയിട്ട് അവർ ഡൗലിക്ക് ഹാത്ത് മുഹ് ദുൽവാക്കർ, ഡൗലിയുടെ കൈയും കാലും മുഖവുമൊക്കെ ദുൽവാക്കർ കഴുകി വൃത്തിയാക്കി കൊടുക്കും. എന്നിട്ട് അവളുടെ സുൻഹലാപ്പൻ ലിയെ കാലി കഥയി അൽഗോമെ, അവളുടെ കറുപ്പും അതുപോലെ തന്നെ സുൻഹലാപ്പൻ ഒരു ചെറിയ സ്വർണ്ണ നിറവും ഇടകലർന്ന അൾഗോമയും മുടിയിഴകൾ അവർ കങ്കി കരാത്തി, ചീപ്പ് വെച്ച് ചീകി വൃത്തിയാക്കി കൊടുക്കും. സ്കൂൾ की वर्दी की काली सफ़ेद फ्रॉक उतार कर दोपहर में जो मामूली फ्रॉक पहना दी जाती है उसे बदल नई बढ़िया फ्रॉक पहनाई जाती है. മാത്രമല്ല സ്കൂൾ की वर्दी, അവളുടെ സ്കൂളിലെ വർദി യൂണിഫോം എങ്ങനെ? കാലി സഫേദ്, കറുപ്പും വെളുപ്പും കലർന്ന യൂണിഫോമിൻ്റെ യൂണിഫോമായിട്ടുള്ള ഫ്രോക്ക് അഴിച്ച് അവൾക്ക് നൈ ബഠിയ ഫ്രോക്ക് പഹനായി ജാത്തി, പുതിയ അലക്കി വൃത്തിയാക്കി വച്ച പുതിയ ഫ്രോക്ക് പഹനായി ജാത്തി ഹേ, അണിയിച്ചു കൊടുക്കും. അപ്പോൾ മകളെ വൃത്തിയാക്കി അവളുടെ ഡ്രസ്സ് ഒക്കെ മാറ്റി, സ്കൂളിൽ പോകുമ്പോൾ ഇട്ടിരിക്കുന്ന യൂണിഫോം മാറ്റി പുതിയ ഫ്രോക്ക് അണിയിച്ചു കൊടുക്കും. ബാലോമേം റിബൺ ബാന്ധാ ജാത്ത ഹെ, അവളുടെ ബാലോം തലമുടിയിൽ റിബൺ ബാന്ധാ ജാത്ത, റിബണൊക്കെ വച്ച് നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കും. സാൻഡിൽ കെ പോളിഷ് തക് പർ മാമാ കി നസർ ജാത്തി ഹെ, പിന്നെ അത് മാത്രമല്ല സാൻഡിൽ കെ പോളിഷ്, അവൾക്ക് ഷൂ വരെ ഇട്ട് കൊടുക്കും അച്ഛൻ വരുന്ന സമയമാകുമ്പോഴേക്കും. അപ്പോൾ ആ ഷൂവിൽ ചെയ്തിട്ടുള്ള പോളിഷ് വരെ, ഷൂ പോളിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അവളുടെ അച്ഛൻ വരുന്ന സമയമാകുമ്പോഴേക്കും അവളുടെ അമ്മ ശ്രദ്ധയോടെ എല്ലാം ചെയ്ത് അവളെ ഒരുക്കി നിർത്തും. അപ്പോൾ അച്ഛൻ വൈകിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു 5-7 മിനിറ്റാണ് മകളുമായിട്ടൊന്ന് സംസാരിക്കുക. അപ്പോൾ ആ ചെറിയ ഇത്തിരി സമയത്തേക്ക് വേണ്ടി മകളെ അവർ വളരെ വൃത്തിയായിട്ട് ഒരുക്കി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും അച്ഛൻ വരുമ്പോൾ കാണാൻ. ഇനി ഡൗലിയുടെ അച്ഛൻ എന്താ ജോലി? ബഗ്ഗ സാഹബ്, അദ്ദേഹത്തിൻ്റെ പേര് ബഗ്ഗ സാഹബ് എന്നാണ്. ബഗ്ഗ സാഹബ് ചീഫ് എൻജിനീയർ ഹെ, അദ്ദേഹം ഒരു ചീഫ് എൻജിനീയറാണ്, ഒരു കമ്പനിയിൽ ചീഫ് എൻജിനീയറാണ്. വിലായത്ത് പാസ് ഹെ, അതായത് വിദേശത്ത് നിന്ന് അദ്ദേഹം പഠനമൊക്കെ പൂർത്തിയാക്കിയതാണ്. ബാഹർ 100 രൂപയ മഹീന പാത്തേ ഹെ, അപ്പോൾ അദ്ദേഹത്തിന് ഈ കമ്പനിയിൽ ജോലി നിന്ന് നല്ല മാസം തോറും നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. ജീവൻ സേ സന്തുഷ്ട് ഹെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. പരന്തു അപ്പനെ ഉത്തരദായിത്വ സേ ഭി ബേപർവാഹ് നഹി, പക്ഷേ സന്തുഷ്ടനാണ് എങ്കിലും തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ അദ്ദേഹം ബേപർവാഹ് നഹി, ഒട്ടും അല്ലെങ്കിൽ ഒട്ടും അദ്ദേഹം ശ്രദ്ധിക്കാത്ത ആളുമല്ല. താൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ബഗ്ഗ സാഹബ് ഭംഗിയായി നിർവഹിക്കുന്ന വ്യക്തിയും കൂടിയായിരുന്നു. ബസ് ഏക് ഹി ലഡ്കി ഹേ ഡൗലി, അപ്പോൾ അവർക്ക് ആകെ ഒരൊറ്റ മകളേ ഉള്ളൂ. ആരാ? ഡൗലി. ഡൗലി 5वें वर्ष में है, ഡൗലിക്ക് എത്ര വയസ്സുണ്ട്? 5वें वर्ष, വെറും 5 വയസ്സ്. 5 വയസ്സ് മാത്രമാണ് ഡൗലിയുടെ പ്രായം. ഉസ്കെ ബാദ് കോയി സന്താൻ ന ഹുയി, മാത്രമല്ല ഡൗലി പിറന്നതിന് ശേഷം കോയി സന്താൻ ന ഹുയി, വേറൊരു കുട്ടിയും അവർക്ക് ജനിച്ചതുമില്ല. ഏക് ഹി സന്താൻ കെ പ്രതി
अपना कर्तव्य पूरा कर सकने में साहब और मम्मा को पर्याപ്ത സന്തോഷ് ഹേ. അപ്പോൾ ഡൗലിക്ക് ശേഷം മറ്റൊരു കുട്ടി ജനിച്ചില്ല എന്ന് വെച്ചിട്ട് അവർക്ക് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏക് ഹി സന്താൻ കെ പ്രതി, ഒരേ ഒരു കുഞ്ഞിനോട്, അപ്പോൾ തങ്ങളുടെ ഒരേ ഒരു മകളോട് ഉള്ള കർത്തവ്യങ്ങൾ, കടമകൾ പൂരാ കർ സഖ്നേമേ ചെയ്തു കൊടുക്കുന്നതിൽ സാഹബും അതുപോലെ തന്നെ മമ്മ, അവളുടെ അമ്മയും, അവളുടെ അച്ഛനും അവളുടെ അമ്മയും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അവർക്ക് വലിയ സന്തോഷവും ആയിരുന്നു. അപ്പോൾ ഒരേ ഒരു മകളാണ്, അപ്പോൾ അവൾക്ക് ഒരു കുറവും വരുത്താതെ അവളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോട് കൂടിയിട്ടാണ് അച്ഛനമ്മമാർ ഇടപെട്ടിരുന്നത്. പിന്നെ എന്താണ്ടായത്, അങ്ങനെ വേ ഡൗലിക്കോ ബേഠി യാ ബേഠ സമജ്കർ സന്തോഷ് കിയേ ഹെ. അപ്പോൾ അവർക്ക് ഡൗലി മകളായിരുന്നു, മകനായിരുന്നു. അപ്പോൾ മകനായി അപ്പോൾ മകളുടെ സ്ഥാനത്തും മകൻ്റെ സ്ഥാനത്തും കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും ഡൗലിയെ അത്രയ്ക്കധികം സ്നേഹിച്ചിട്ടായിരുന്നു വളർത്തി വന്നത്. ഇനി യൂണിവേഴ്സിറ്റിക്ക് ശിക്ഷ തോ വഹ് പായെങ്കി. ഇനി ഡൗലി വളർന്ന് വലുതായി കഴിയുമ്പോൾ അവൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ശിക്ഷ, അതായത് ഉയർന്ന വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമൊക്കെ ലഭിക്കണം എന്നായിരുന്നു അച്ഛനമ്മമാരുടെ ആഗ്രഹം. അതുമാത്രമല്ല इसके बाद शिक्षाक्रम पूरा करने के लिए उसका विलायत जाना भी आवश्यक है. ശിക്ഷ പൂരാ കർണേ കെ ലിയെ, അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവളെ വിലായത്ത് ജാന, വിദേശത്തേക്ക് ജോലിക്കും മറ്റുമായിട്ട് അയക്കണം. അതും അവർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഡൗലിയെ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിയുമ്പോൾ അവളെ വിലായത്ത്, വിദേശത്തേക്ക് അയക്കണം. ഇതൊക്കെയായിരുന്നു അവരുടെ തീരുമാനം. संतान के प्रति शिक्षा के उत्तरदायित्व का यह आदर्श कितने संतानों के प्रति पूरा किया जा सकता है. അപ്പോൾ അവരിടയ്ക്ക് അച്ഛനമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ചോദിക്കുന്നൊരു കാര്യമാണ്. അതായത് ഒരു മകളായിരുന്നാലും അവൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം, അവളോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം, അത് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണല്ലോ. മാത്രമല്ല ബഗ്ഗ സാഹബ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയും, കീടെ മക്കോടെ കീ തരഹ് പൈദ കർക്കെ ക്യാ ഫായദ ഹേ. അപ്പോൾ ഒരൊറ്റ മകളേ ഉള്ളൂ, അതിനെ നന്നായി വളർത്തുക, അതാണ് ബഗ്ഗ സാഹബിൻ്റെ പോളിസി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാഹബ് ഭാര്യയോട് പറയും, കീടെ മക്കോടോം കീ തര, ഈ കീടങ്ങളെ പോലെ എന്തിനാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ ജന്മം കൊടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒറ്റ മകൾ മതി. ആര്? ഡൗലി. ആ കുട്ടിക്ക്, അവൾക്ക് എല്ലാം നൽകി എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മൾ നിറവേറ്റി അവളെ വളർത്തിയാൽ മതി എന്നതാണ് ബഗ്ഗ സാഹബിൻ്റെ തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിനോട് ആരും യോജിച്ചു? ഡൗലിയുടെ അമ്മയും യോജിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ അവർ വളർത്താൻ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഒരേ ഒരു മകളായ ഡൗലിക്ക് എല്ലാ സ്നേഹവും കൊടുത്തുകൊണ്ട് അവളെ അവർ വളർത്തിക്കൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം നമുക്ക് ഇത്രയും എടുക്കാം. ഇനി ബാക്കി അടുത്തൊരു ക്ലാസ്സിൽ, ഇതിന് ശേഷമുള്ള ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ തുടരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും